ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇതെൻ്റെ വിഷു ദിനത്തിലത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ 2 ദിവസം ലേറ്റായി പോയി അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് എണീച്ചിട്ടുണ്ടായിട്ടോ. എണീച്ചിട്ട് തലേന്ന് രാത്രി തന്നെ കണീൻ്റെ എല്ലാം നിരത്തിയിട്ടുണ്ടായിന്. പിന്നെ രാവിലെ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് എല്ലാവരും കണിയെല്ലാം കണ്ടു കേട്ടോ. പിന്നെ ഏട്ടൻ എല്ലാവർക്കും കൈനീട്ടെല്ലാം തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ടാക്കിയ കണി. ഞാൻ തന്നെയാണ് കേട്ടോ കണി ഉണ്ടാക്കിന്. അപ്പോൾ എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിൽ എന്തെങ്കിലും വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ രാവിലെ തന്നെ കുളിച്ച് റെഡിയെല്ലായിട്ട് ഇന്ന് തോളയിനിയിൽ തെയ്യമുണ്ട്. അതായത് വിഷു ഒന്നാം തീയതി എപ്പോൾ രാവിലെ തെയ്യം ഉണ്ടാവും. പുലച്ചക്ക് ഒരു 4:30 പുറപ്പെടും കേട്ടോ. 4:30 പോകണം. അപ്പോഴേക്കും 4:30 5 മണിയാകുമ്പോൾ പോയില്ലെങ്കിൽ കാണാം, പിന്നെ നമ്മൾ കണി കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ രാവിലെ 3 മണിക്ക് 3:30 4 മണിയാകുമ്പോൾ കണി നേരത്തും അതൊരു 4:30 4:45 കണി അങ്ങ് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ കണിയും കാണണം തെയ്യവും കാണാമെന്ന് വെച്ചിട്ട് പോയിനി. പക്ഷെ നമ്മൾ ലേറ്റായി പോയിനി. 4:30 കഴിഞ്ഞിട്ടുണ്ടായിനി. 5 മണി ആവാനായതുകൊണ്ട് കണിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിനി. പക്ഷെ തെയ്യം ഉണ്ടായിട്ടാ. കണിയെല്ലാം എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിനി. അപ്പം നമ്മൾ പോകുമ്പോഴേക്ക് തെയ്യം തുടങ്ങുന്നത്രേ. അപ്പോൾ തെയ്യം ഫുള്ള് കണ്ടു. രാവിലെ നല്ല രസമുണ്ടായിരുന്നു. മുഖത്തിനെ കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വേറെ വിഷു ഒന്നും മുപ്പത്തിനെ കണ്ടിട്ടില്ല. മറ്റുള്ള ദിവസങ്ങളിൽ കാണലുണ്ട്. ഒന്നാമത്തെ നാട്ടിൽ വിഷുവിന് അങ്ങനെ ഉണ്ടാവലേ ഇല്ല. ആകെ ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടില്ലൂ. കല്യാണം കഴിഞ്ഞ് പിന്നെല്ലാം പുറത്ത് ഇങ്ങനെ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ വിഷു അങ്ങനെ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. നമ്മൾ ആടുന്ന് മലയാളികൾ ആഘോഷിക്കുന്നതേ ഇല്ലൂ. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഇന്ന് തെയ്യലും കണ്ടു. അപ്പം മുത്തപ്പൻ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിട്ടാണ്. നല്ല തിരക്കായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ കണി വേണ്ടിയിട്ട് തോളയിലേക്ക് കണി കാണാനും വന്നിട്ടുണ്ടായിനി. അപ്പോൾ കണി കണ്ട് മുത്തപ്പനെങ്കിലും തോറ്റിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിനി. അപ്പോൾ പിന്നെ തൂവലെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് ആടെ രാവിലെ പലഹാരം ഉണ്ടായിനി. പലഹാരം എന്ന് വെച്ചാൽ നമ്മൾ അവിലിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പലഹാരം ഉണ്ടായിനി. രാവിലെ തന്നെ ചായയും ഉണ്ടായിനി. അതായത് അവൽ ഇങ്ങനെ പോഹയല്ല, അവൽ ഉപ്മാവ് പോലത്തെ എണ്ണയിലിട്ട് ഒരു ഉപ്മാവ് പോലത്തെ ഉണ്ടായിനി. പിന്നെ പയറ് കറിയും ഉണ്ടായിനി. പിന്നെ നല്ലൊരു ചായയും ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തോളയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. ദൈവത്തിൻ്റെ പ്രസാദമല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനി. അപ്പോൾ വീട്ടിൽ ഇന്ന് രാവിലെ നല്ല ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിനി. എന്തായിട്ട് കുറേ കറിയെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇഡലിയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു അച്ചാറും ഉണ്ടായിനി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം ആക്കേണ്ട പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിഷു ആയിട്ട് ക്യാബേജ് ഉപ്പേരി, നമ്മൾ ആ ക്യാബേജ് ഉപ്പേരിയാണ്. പിന്നെ നമ്മൾ മലബാർ സൈഡിലെ ചിക്കൻ എന്തായിട്ട് കറിയാക്കും കേട്ടോ. ചിക്കനോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതും ഉണ്ടാവും നമുക്ക് വിഷുവിനും ഓണത്തിനായാലും. പക്ഷെ തെക്കോട്ടെല്ലാം നോൺ വെജ്, അത് വെജ് സദ്യയാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് നോൺ വെജ് എന്തായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നല്ല പുളിശ്ശേരിയാണ് കേട്ടോ. കണി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക വാങ്ങിനി. അപ്പം ഒരു വെള്ളരിക്ക പുളിശ്ശേരിക്കാക്കിനി. പിന്നെ നമ്മൾ കൂട്ടുകറി ഉണ്ട്, പിന്നെ ക്യാബേജ് ഉപ്പേരി, പിന്നെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പപ്പടം, പിന്നെ പച്ചടി. അപ്പോൾ ഇത്രയാണ് നമ്മളെ വിഷു സദ്യക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ക്യാബേജ് മുറിക്കട്ടെ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി വെക്കാൻ ഇത് കണി വെക്കാൻ വെള്ളരിക്ക വാങ്ങുമ്പോൾ ഒരു വെള്ളരിക്ക എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് മുറിച്ചിട്ടു. പിന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് മുറിക്കുന്നത് ചോപ്പറിൽ ചോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിന്. കാരണം ക്യാബേജ് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ആ ചോപ്പറിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നല്ല കുഞ്ഞതിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വലിച്ചെടുത്തു ഗൈസ്. പക്ഷെ പിന്നെ 3ാമത് വലിക്കുമ്പോഴേക്ക് ചോപ്പറിൻ്റെ കയറ്, അതിൻ്റെ നൂലില്ല, ത്രെഡ് അങ്ങ് പൊട്ടിപ്പോയിനി. അതുകൊണ്ട് പിന്നെ ചോപ്പറിലായിട്ടാണ്. പിന്നെ എനിക്കത് ഏട്ടൻ കൈ കൊണ്ട് മുറിച്ച് തന്നു കേട്ടോ ക്യാബേജെല്ലാം. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ ഇന്നലെ വാങ്ങി കഴുകിയിട്ടെല്ലാം വെച്ചിനി. കാരണം നമ്മളിങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മലബാർ സൈഡിലെല്ലാം എന്തായാലും നമുക്കൊരു നോൺ വെജ് ഉണ്ടാവും ഇങ്ങനെയുള്ള സമയത്ത്. പിന്നെ കൂട്ടുകറിയാണ്. കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ടായിനി. കായും ചേനയെല്ലാം ഇട്ടത്, കടലയെല്ലാം ഇട്ടിട്ടുള്ള കൂട്ടുകറിയാണ്. പിന്നെ അതിൽ കുറച്ച് തേങ്ങ വറുത്തിട്ടു അമ്മ. അങ്ങനെ നമ്മൾ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയില്ല പണി പച്ചടിയാണ്. അപ്പോൾ പച്ചടിക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ ആ തേങ്ങയിൽ വേഗം ഒന്ന് ചിരവി എടുത്തു കേട്ടോ. പച്ചടിക്കും ഉപ്പേരിക്കും തേങ്ങ വേണം. പച്ചടിക്ക് പിന്നെ നല്ലോണം വേണം. നമ്മളെ നാട്ടിൽ ഈ പച്ചടീനെ പെരക്കുന്ന എന്നിട്ട് പറയൽ കക്കിരിക്ക പെരക്കാന്ന്. അപ്പോൾ അത് ഏട്ടൻ കുനുകുനാ മുറിച്ച് തന്നിട്ടുണ്ടായിനി. അപ്പോൾ പെരക്കാക്കണം. പിന്നെ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിനി. അപ്പം കഴുകിയിട്ടില്ലെങ്കിൽ ഈ അത്രക്കും പാത്രം ഉണ്ടാവും. അപ്പം ഞാൻ കഴുകി അപ്പം തന്നെ വെക്കുന്നുണ്ട്. ഓരോരോ കറി വെച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെച്ച പാത്രം അങ്ങനെ കഴുകിയെടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഒരുപാടാവും. ഇനിയില്ലേ നമുക്ക് പുളിശ്ശേരീൻ്റെ പണിയാണ്. അപ്പം
അതിൽ മുറിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ചിക്കൻ കറി അമ്മ ആക്കിയിട്ടുണ്ടായിനി. പിന്നെ കാബേജ് ഉപ്പേരി ആയി, എല്ലാം റെഡിയായി. ഇനി ഉച്ചക്കേക്കുള്ള പപ്പടം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാനങ്ങനെ പപ്പടെല്ലാം വാട്ടിയെടുത്തു. പിന്നെ ഒരു പണിയും കൂടി ഉണ്ട്, നമുക്കിനി ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ കൂടി ആക്കണം. ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ സദ്യയെല്ലാം റെഡിയായി, നമ്മൾ ഇലയെല്ലാം ഇട്ടു. അപ്പോൾ ചോറ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കൂട്ടുകറി, ഉപ്പേരിയും പെരക്കും പുളിശ്ശേരിയും പപ്പടവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് അടിപൊളി സദ്യ ഉണ്ട്. പിന്നെ ഞാൻ പായസം ആക്കാൻ വിചാരിച്ചിട്ട് പായസം മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പായസമൊന്നും ആക്കിയിട്ടില്ല. അപ്പം ഇപ്രാവശ്യത്തെ വിഷു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷു സദ്യയിലും കഴിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയിട്ടാ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി വിഷുദിന ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.